നിനക്ക് ഫീൽ ആയോ അഖിൽ? വിഷമമാണോ തോന്നുന്നത് അതോ ദേഷ്യമാണോ തോന്നുന്നേ? എന്നെ നീ കുറച്ചേരം ഒന്ന് ഒറ്റയ്ക്ക് വിട്ടെ. എന്തിനാടാ കൊച്ചുമോനെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് മോങ്ങി കരയാൻ വേണ്ടിട്ടാണോ? ഇളയമേ. അതെ അഖിൽ, കരയല്ലാതെ നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ നീ എന്താ പറഞ്ഞേ? ബ്യൂറോയിൽ വെച്ചിരിക്കുന്ന കാശ് എല്ലാവർക്കും ഉള്ളതാണ്, അത് എടുക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും അതെടുത്ത് ചെലവാക്കാന്നും പറഞ്ഞു. എന്നിട്ട് അഭിയേട്ടൻ എന്താ പറഞ്ഞേ? നീ എന്തോ കള്ളത്തരം ചെയ്ത പോലെയല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചത്. ഇത് ഞാനും എന്റെ ഏട്ടനും തമ്മിലുള്ള കാര്യമാ കാർത്തിക. നീ അതിൽ ഇൻവോൾവ് ആവണ്ട. അവൾ ഇൻവോൾവ് ആവാതെ പിന്നെ എന്താ ചെയ്യാ? ഇവളെന്താ അന്യാണോ? നിന്റെ ഭാര്യ തന്നെയല്ലേ? നിനക്കൊരു അപമാനം ഉണ്ടായാ അതിന്റെ വിഷമം അവക്കും ഉണ്ടാവില്ലേ? നീ സങ്കടപ്പെട്ട അവക്ക് സങ്കടം ഉണ്ടാവില്ലേ? ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങളെ വലുതാക്കല്ലേ ഇളയമേ. ഇതൊരു ചെറിയ കാര്യമാണോ അഖിൽ? നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും കുറ്റവാളിയെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത് ഒരു ചെറിയ കാര്യമാണോ? നീ നിന്റെ ഏട്ടനെ എന്തുമാത്രം വിശ്വസിച്ചു? ആ വിശ്വാസം നഷ്ടപ്പെട്ടത് ചെറിയ കാര്യമാണോ? ഏട്ടൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാ. ദേഷ്യമുള്ളപ്പോഴാ സത്യം എല്ലാം പുറത്തേക്ക് വരുന്നത് കൊച്ചുമോനെ. നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, മനുഷ്യൻ ഇന്ന് കാണുന്ന പോലെ അല്ല നാളെ എന്ന്. മാനസികാവസ്ഥ മാറുന്നു പറഞ്ഞു. ഇളയമയും കൂടി തുടങ്ങിയിരിക്ക. ഈ ആന്റി നിങ്ങൾ മൂന്നുപേരെയും വളർത്തിയെന്നല്ലേ നേരത്തെ പറഞ്ഞ്? ആന്റിക്കറിയില്ലേ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന്? ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ആന്റി മുൻപേ പറഞ്ഞതാ. നീ അത് കേട്ടോ? നമുക്ക് സ്വന്തമായിട്ട് സമ്പാദ്യം വേണോന്ന് ഞാൻ എന്ന് തൊട്ട് പറയുന്നതാ. നീ അത് ചെവി കൊണ്ടില്ല. അവസാനം എന്ത് സംഭവിച്ചെന്ന് കണ്ടോ? ഞാൻ ഇപ്പോഴും പറയാ, മനുഷ്യന്റെ മനോന്നല്ല എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇത് രാമായണ കാലമല്ല, കലികാലമാണ്. ഇവിടെ സ്വന്തം ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല, എല്ലാം പണം മാത്രമാണ്. അഭിയേട്ടൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെയൊന്നും അവസാനിക്കില്ല. ഇത് എത്ര ദൂരം പോകുന്നു നിനക്കറിയോ? ഞാൻ വാ തുറന്നു ചോദിച്ചാ നിനക്കൊന്നും വാങ്ങിത്തരാൻ കഴിയില്ലെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായോ? നിനക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെലവ് ചെയ്യാനുള്ള അവകാശവും നിനക്കില്ലെന്ന് മനസ്സിലായോ? ഏതോ ഒരു അന്യനെ കൊടുക്കേണ്ട പണത്തിന് വേണ്ടി സ്വന്തം അനിയനെ നിർത്തി ചോദ്യം ചെയ്തില്ലേ? അതേ അവന്റെ വസുവിന് എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാലോ എല്ലാവരോടും ചോദിച്ചിട്ടാണോ വാങ്ങിക്കൊടുക്കുന്നത്? അതുപോട്ടെ, ഏട്ടത്തിക്ക് എന്തിനാ വാങ്ങിക്കൊടുത്തതെന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ആ, ധൈര്യമില്ല, അവകാശവും ഇല്ല. എന്താന്നറിയോ? അഭിയേട്ടൻ സമ്പാദിച്ച കാശായതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവര് ചെലവാക്കും. ചോദിക്കാനും ആരുമില്ല, ചോദിക്കാനുള്ള അവസരവും കിട്ടില്ല. നീയും അതുപോലെ ആവണം അഖിൽ. നിനക്കായിട്ടൊരു ഇൻകം ഉണ്ടാവണം. എപ്പോ എങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആരോടും കൈനീട്ടി നിൽക്കാനും പാടില്ല. നീ കൂടെ സ്വന്തമായിട്ട് ഇവന്റ്സ് നടത്താൻ നോക്കുമോനെ. പണം സമ്പാദിക്കാം. അപ്പ ആരോടും ചോദിക്കേണ്ട ആവശ്യവും വരില്ല. ഭാസ്കരേട്ടനും ഭാവനേട്ടത്തേക്കും കല്യാണ പ്രായമായ പെൺകുട്ടിയുണ്ട്. പക്ഷെ ഭാസ്കരേട്ടന് സ്വന്തമായിട്ടൊരു സമ്പാദ്യമില്ല. നാളെ ഒരു ദിവസം ആ കുട്ടിയുടെ കല്യാണം നടത്താൻ അഭിയേട്ടനോട് ചോദിക്കേണ്ട അവസ്ഥയാ ഭാസ്കരേട്ടന്. ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെയൊരു അവസ്ഥ വരണോ അഖിൽ? നിന്റെ ഭാര്യ ഏത് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്നും നിന്റെ കുട്ടികൾക്ക് എന്ത് പേരിടണമെന്നും ഏത് സ്കൂളിൽ പഠിക്കണമെന്നും ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നും എല്ലാം അഭിയും വസുവാണോ തീരുമാനിക്കുന്നത് കൊച്ചുമോനെ? ഇനിയും എത്ര നാൾ ആ ഭാസ്കറും ഭാവനയും പോലെ അഭിയുടെയും വസുവിന്റെയും മുന്നിൽ തല കുനിച്ചു നിൽക്കും? നിനക്ക് നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ലേ? തെറ്റായിട്ട് എടുക്കല്ലേ അഖിൽ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തതും വാർണിംഗും തന്നത്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്ക്, ആലോചിക്ക്, എന്നെയും മനസ്സിലാക്ക്. നമുക്ക് സ്വന്തമായിട്ട് ഇവന്റ്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻകം ഉണ്ടാകും. അന്തസ്സായിട്ട് തല ഉയർത്തി ജീവിക്കാം. നീ ഒരു അച്ഛനാകാൻ പോകുന്നത് കൊണ്ട് എനിക്കൊരു ഗിഫ്റ്റായി ഇത് ചെയ്തുകൂടെ? അതേ കൊച്ചുമോനെ, ഒരു സ്ത്രീ എപ്പോഴും അവളുടെ ഭർത്താവിന്റെ അഭിമാനത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവളുടെ കഴുത്തിലെ താലിയും ഭർത്താവിന്റെ അഭിമാനവും ഒരുപോലെയാ കാണുന്നത്.
ഇപ്പോഴെങ്കിലും അവള് പറയുന്ന കേൾക്ക കൊച്ചുമോനെ. എനിക്ക് സാരിയോ ആഭരണങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഈ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒന്നും എനിക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ദിവസം ഒരു 100 രൂപയെങ്കിലും നീ സമ്പാദിച്ചാ മതി. അത് നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വന്തം വരുമാനമാണെന്ന് കരുതി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാതെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ചെലവാക്കാൻ കഴിയുമെന്ന് ഞാൻ സന്തോഷിക്കും. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ലേ? ഇതാണ് നീ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. എന്താ ആന്റി, അഖിൽ ഒന്നും പറയാതെ പോയത്? അവൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അബി അവനോട് ദേഷ്യപ്പെട്ടത് നന്നായി. അഖില് മാറേണ്ട സമയമായിരിക്കുന്നു. ശരിക്കും അഖിൽ നമ്മുടെ വാക്ക് കേക്കോ ആന്റി? ഇതുവരെ നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ? എതിർത്തൊന്നും പറഞ്ഞതുമില്ല. അപ്പൊ എന്തോ ഒരു മാറ്റം ഇല്ലേ? നിനക്കെന്തായാലും നല്ല സമയം തുടങ്ങിയിരിക്ക കാർത്തികേ. എന്റെ കുഞ്ഞെ, ഞാനിത് എത്ര നാളെ മറച്ചു വെക്കും? നിന്നെപ്പറ്റി നിന്റെ അച്ഛനോട് പറയണമെന്നുണ്ട്. നിന്റെ മുത്തശ്ശി, മുത്തച്ഛൻ, വല്യമ്മ, വല്യച്ഛൻ, ചെറിയമ്മ, അമ്മുമ്മ എല്ലാവരോടും നിന്റെ കാര്യം പറയണമെന്നുണ്ട്. ഒരുപാട് നാളെനിക്കിത് ഒളിച്ചു വെക്കാൻ പറ്റില്ല. തനിയെ സന്തോഷിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ പേടിച്ചു നിൽക്കാൻ കഴിയില്ല. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഈ അവസ്ഥ ഒരു പെണ്ണിനെ ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഞാൻ വിളിച്ചിട്ട് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്ത് പറ്റി അമ്മേ? അമ്മേ, എന്താ ഉണ്ണി? എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, പിന്നെ സംസാരിക്കാം. എനിക്കിപ്പൊ തന്നെ സംസാരിക്കണം. എന്റെ മനസ്സ് ഒട്ടും ശരിയല്ല ഉണ്ണി. തൽക്കാലം നീ പോയി കിടന്ന് ഉറങ്ങ്. ഇന്നിപ്പോ അമ്മയുടെ മനസ്സിന് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറയേ. പറഞ്ഞ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറഞ്ഞ പിന്നെ നീ എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? പോയി കിടന്ന് ഉറങ്ങ്. അമ്മ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്നെന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്തെങ്കിലും വലിയ പ്രശ്നമാണോ എന്തോ? എനിക്ക് അമ്മയോട് സംസാരിക്കാൻ തോന്നുന്നുണ്ടമ്മേ. പക്ഷെ അമ്മയ്ക്ക് മനസ്സ് ശരിയല്ലെന്ന് പറയുന്നു. പ്രശ്നം എന്താണെന്ന് എന്നോട് പറയാൻ പറയുമ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നു. അമ്മ സാധാരണ ഇങ്ങനെ അല്ലല്ലോ. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാം. വാ അമ്മേ, വാ അമ്മേ. അമ്മേ, എന്നെ വീട് ഉണ്ണി. നീ എന്തായി കാണിക്കുന്ന ഉണ്ണി? ഞാനിപ്പോ വീണിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? നിന്നോട് ഞാൻ ഉറങ്ങാനാ പറഞ്ഞത്. ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്നോട് നിനക്ക് എന്ത് സംസാരിക്കാനുള്ള? എന്നോട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന്? എന്തായാലും നാളെ സംസാരിച്ചാ മതി. പോ. സോറി അമ്മേ. ഹേയ് ഉണ്ണി, ഭക്ഷണം കഴിച്ചോ? അനു, കീർത്തി, ഞാനും കഴിച്ചച്ചാ. ഗുഡ് നൈറ്റ്. എന്താടോ, അവനെന്താ പറ്റിയേ? എന്താ കാര്യം? എന്താ? ഒന്നുമില്ല ഏട്ടാ, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, താനെന്താ വല്ലാതിരിക്കുന്നേ? നല്ല ഉറക്കം വരുന്നേട്ടാ, ഞാൻ പോയി കിടക്കുക.
പതിവില്ലാത്ത പോലെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടല്ലോ. വിശപ്പ് കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കഴിച്ചാലേ ശരിയാവുള്ളൂ. ഇന്ന് താൻ ഡിന്നർ കഴിച്ചില്ലേ? കഴിച്ചില്ല ഏട്ടാ. പിന്നെന്താ ഇപ്പൊ കഴിക്കുന്നത്? എന്താന്നറിയില്ല, ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. അത് കാരണം ഉറങ്ങാനും പറ്റിയില്ല. പാതിരാത്രി വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ? അത് മാത്രമല്ല, സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങളൊന്നും തനിക്ക് ഉണ്ടായിരുന്നല്ലോ. അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. ഒരിക്കലും ഈ സമയത്ത് വിശപ്പ് തോന്നിയിട്ടേ ഇല്ല. ആർ യു ഓക്കേ വസുന്ധര? ഞാനെന്തായാലും കുറച്ച് കഴിച്ചല്ലോ, ഇപ്പൊ ആശ്വാസായി. താൻ ഡിന്നർ മര്യാദയിൽ കഴിച്ചില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ തനിക്ക് ഈ സമയത്ത് വിശക്കുന്നേ. ഏട്ടൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ? വിശക്കുന്ന എനിക്കല്ല, തനിക്കാ. എനിക്കൊരു കമ്പനി തരാൻ വേണ്ടിട്ടാ. തനിക്ക് കമ്പനി വേണമെന്നുണ്ടെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ആപ്പിൾ കട്ട് ചെയ്ത് ഞാൻ തനിക്ക് തരാം. താൻ കഴിച്ചോ. ഓക്കെ? കഴിച്ചോളൂ. ഒന്നുകൂടെ എടുക്ക്. ഒന്നുകൂടെ കട്ട് ചെയ്ത് തരട്ടെ?
ഒരു മതി. എന്റെ കുഞ്ഞെ, നിനക്ക് നിന്റെ അച്ഛൻ ആപ്പിള് കട്ട് ചെയ്ത് തന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? എന്താ ചോദിച്ചത്? അല്ല, താനിപ്പോ ഹാപ്പി ആയില്ലേന്ന്. ഞങ്ങള് രണ്ടുപേരും ഹാപ്പിയാ. രണ്ടുപേരോ? അത് ഞാനും എന്റെ വയറ്റിലുണ്ടായിരുന്ന വിശപ്പ്. യു ആർ വെരി ഫണ്ണി വസുന്ധരെ. വാ, നമുക്ക് കിടക്കാം. അഖിൽ, 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 എന്തു പറ്റി അബി? അഖിൽ എവിടെ അമ്മേ? എന്തു പറ്റി അഭി? എന്തു പറ്റിയേട്ടാ? എന്താ സംഭവിച്ചത് അബി? അഖിൽ, എന്തിനാ ആന്റി അബിയുടെ ചൂടാവുന്നത്? പിന്നെ അഖിൽ എന്തോ ഒപ്പിച്ചെന്നാ തോന്നുന്നേ. നീ എന്ത് കാര്യമായി ചെയ്തിരിക്കുന്നത്? അഖിൽ എന്താ ചെയ്തത് അബി? അറിഞ്ഞുകൊണ്ടാണോ നീ ഈ കാര്യം ചെയ്തത്, അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ? അഖിൽ, ഞാൻ നിന്നോടാ ചോദിച്ചത്, പറയടാ അങ്ങോട്ട്. ഞാൻ ആലോചിച്ച് ചെയ്ത കാര്യമായിട്ടാ. നീ എന്താ ചെയ്തത് മോനെ? ഇത്രയും നാൾ നമ്മൾ 3 പേരും ഒരുമിച്ചാണ് ഈവൻസ് ചെയ്തത്. ഇപ്പൊ നീ ഒറ്റയ്ക്ക് തന്നെ ഈവൻസ് ചെയ്യാൻ തീരുമാനിച്ചോ? അതുമാത്രമല്ല, ഞാൻ റിജക്ട് ചെയ്ത ദിവാകരന്റെ ഇവന്റ് നിനക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി അഖിൽ? അഡ്വാൻസ് വാങ്ങിയെന്ന് കേട്ടു. ഇത്രയ്ക്ക് ധൈര്യം നിനക്ക് എവിടുന്നാ കിട്ടിയത്?
ധൈര്യമല്ല ഏട്ടാ, അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അതെന്താ സാഹചര്യം? എനിക്കും ഏട്ടനെ പോലെ ജീവിതത്തിൽ മുന്നേറണം, സ്വന്തമായിട്ട് സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നു. എനിക്ക് എന്റേതായ ഒരു സ്ഥാനം വേണമെന്ന് തോന്നി.